കേശവിന്റെയും ഗംഗയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും എന്നും രണ്ടുപേരും വഴക്കാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാന കാരണം കേശവ് ഒരു കുടികാരനാണ്. കേശവ് ദിവസവും കുടിച്ചിട്ട് ആടി ആടി വീട്ടിലേക്ക് വരും. എത്ര പ്രാവശ്യം നിങ്ങളോട് പറയാനാണ് കുടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരരുതെന്ന്? ഇത് എന്റെ വീടാണ്, എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പറയാ. നീ ആരാണടേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഇത് നിങ്ങളുടെ മകൻ സൗരവ്. സൗരവ് നിങ്ങളെ കണ്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. ഇവന്റെ മുഖത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്കൊന്ന് നന്നായി ശ്രമിച്ചൂടെ? ഇവൻ എന്റെ മകനാണ്. ഇവന്റെ മേലെ അക്കറയില്ലെന്ന് ആരാടി പറഞ്ഞത്? നീ മിണ്ടാതെ പോയി നിന്റെ ജോലി മാത്രം നോക്ക്. സൗരവ്, എടാ സൗരവ്. സൗരവ് അവന്റെ അച്ഛനെ കണ്ട് പേടിച്ച് ഓടിച്ചെന്ന് റൂമിനകത്ത് ഒളിച്ചിരിക്കും. നീയാണടി എന്റെ മോനെ വല്ലാതെ പേടിത്തൊണ്ടനാക്കിയത്. പിന്നെ കുടിച്ച ആ ബോധയിൽ അവൻ ഗംഗയെ നന്നായിട്ട് തല്ലുമായിരുന്നു. ഈ സംഭവം ദിവസവും തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ ദിവസവും കുടിച്ചിട്ട് വരും, എന്നിട്ട് അവന്റെ ഭാര്യയെ തല്ലും. കേശവിന്റെ മകൻ സൗരവ് ഇത് കണ്ട് ഒരുപാട് പേടിക്കുമായിരുന്നു. എന്നിട്ട് ഓടിച്ചെന്ന് ഒരു മൂലയിൽ ചെന്നിരിക്കുമായിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ ഗംഗ കേശവിന്റെ കുടി നിർത്താനായി എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ എന്ന് ഒരുപാട് സമയം ആലോചിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ഗംഗ അവളുടെ അച്ഛനെ അവളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അച്ഛാ, ദിവസവും ഇങ്ങനെയാണ് നടക്കുന്നത്. അദ്ദേഹം ദിവസവും കുടിച്ചിട്ട് വരുന്നു, പിന്നെ എന്നെ ഇട്ട് തല്ലുന്നു. പിന്നെ സൗരവ് അവന്റെ അച്ഛനെ കണ്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. നീ ഒന്ന് വിഷമിക്കണ്ട മോളെ, ഞാൻ മകന്റോട് ഞാൻ സംസാരിച്ചോളാം. അച്ഛനും മകളും കേശവ് വരാനായി കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കേശവ് അവിടേക്ക് വന്നു. അവൻ അപ്പോഴും ബോധയിലായിരുന്നു. അമ്മാവാ, നിങ്ങളെപ്പോഴാ വന്നത്? വരൂ വരൂ വരൂ. എടി ഗംഗ, നിന്റെ അച്ഛന് നന്നായിട്ട് ചോറ് കൊടുത്ത് നല്ലോണം നോക്കണം. പിന്നെ എനിക്ക് ഇത്തിരി ചോറ് വേണം, മനസ്സിലായോ? ഞാൻ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല മോനെ, നിന്നോട് കുറച്ച് സംസാരിക്കാനാണ്, മനസ്സിലായോ? എന്റെ അടുത്ത് നിങ്ങൾ എന്താ സംസാരിക്കാൻ പോകുന്നത്? മോനെ, നിങ്ങൾ ദിവസം ഇങ്ങനെ മദ്യപിച്ചിട്ട് വരുന്നത് ശരിയല്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ഇതുപോലെ നിങ്ങൾ കുടിച്ചിട്ട് വന്നാൽ നിങ്ങളുടെ കുടുംബവും പിന്നെ ഈ ജീവിതവും ഒക്കെ നാശമായിട്ട് പോകും, മനസ്സിലായോ? അതുമാത്രമല്ലാതെ നിങ്ങളുടെ മകനും വല്ലാതെ പേടിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണ് അമ്മാവാ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരണമെന്ന് ഒരു കാര്യവും ഇല്ല. ഞാൻ എൻ്റെ മകൾക്കും പിന്നെ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അവൾ നിങ്ങളുടെ മകളല്ല, എന്റെ ഭാര്യയാണ്. ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ അവൾ ഉണ്ടാവണം. അവളെ ഞാൻ അടിക്കും, കൊല്ലും, എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ പറയില്ല മോനെ, നിങ്ങൾ പറയുന്നത് മര്യാദയല്ല. അവൾ ഇപ്പോഴും എന്റെ മകളാണ്. നിങ്ങൾ അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് വെറുതെ ഇരുന്ന് കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോ, നിങ്ങളും നിങ്ങളുടെ മകൾ ഇവിടുന്ന് പോവാൻ. ഞാനൊന്ന് നോക്കട്ടെ അവളെ നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന്. വരുമ്പോളെ നമുക്ക് പോവാം. ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പക്ഷേ സൗരവ്, അമ്മ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ വരും. നീയും പോയിക്കോ, നിന്റെ അമ്മേനെ കൂടെ നീയും പോയിക്കോടാ. വരൂ ഗംഗ, ഇയാളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശരി. ഗംഗയും സൗരവും അവരുടെ അച്ഛനോടൊപ്പം തിരിച്ചുപോയി. മധവ്കൗർ റാവു ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു മാന്തോട്ടം ഉണ്ടായിരുന്നു. അപ്പൂപ്പ, ഇത്രയും മാങ്ങകളോ? ഈ മാങ്ങയൊക്കെ ഞാൻ കഴിക്കും. എല്ലാം നിനക്ക് തന്നെയാണ്, നീ തന്നെ കഴിച്ചോളൂ. നമ്മുടെ തോട്ടത്തിലുള്ള മാമ്പഴല്ലേ. സൗരവ് അപ്പൂപ്പന്റെ വീട്ടിലേക്ക് ചെന്നതും ഒരുപാട് സന്തോഷിച്ചു. ഗംഗ ഒരുപാട് സങ്കടത്തോടെയായിരുന്നു. അവൾ സാമ്പത്തികതയെ കുറിച്ച് ആലോചിച്ചു. അച്ഛാ, ഞാനിവിടെ വന്നിട്ട് പോകാം. പക്ഷേ ഇപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ചെലവ് വന്നല്ലേ? നിങ്ങൾ ഈ മാമ്പഴം വിറ്റ് എങ്ങനെയോ ജീവിച്ചു പോവുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കാര്യവും നിങ്ങളുടെ തലയിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യും അച്ഛാ? നീ ഒന്നും വിഷമിക്കേണ്ട ഗംഗ, മേലുള്ള ഭഗവാൻ ഉണ്ടല്ലോ, അയാൾ എല്ലാം നോക്കിക്കോളും. ആ മദ്യപിക്കുന്ന ഭർത്താവിന്റെ അടുത്തുനിന്ന് നീ രക്ഷപ്പെട്ടത് തന്നെ വലിയ കാര്യമാണെന്ന്. ദൈവം എല്ലാത്തിനും നല്ല കാര്യം ചെയ്യുള്ളൂ. ശരി അച്ഛാ. ഗംഗ വീട്ടുജോലി എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ മധവ്കൗർ റാവു എപ്പോഴും ആ മാന്തോട്ടത്തിൽ തന്റെ പേരക്കുഞ്ഞിനോടൊപ്പം സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നു. അപ്പൂപ്പ, ഈ മരം നിങ്ങൾ എപ്പോഴാണ് നട്ടത്? ആ മരമോ? ആ മരം നിന്റെ അമ്മയുടെ ചെറുപ്രായത്തിലപ്പോ ഞാൻ വെച്ചതാണ്. ദൈവമേ, അപ്പോൾ ആ വലിയ മരം? ആ
ആ മരം ഞാൻ വെച്ചതല്ല, ആ മരം എന്റെ അച്ഛൻ വെച്ചതാണ്. അതായത് ഞാൻ ജനിക്കുന്ന മുമ്പ് തന്നെ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെക്കാളും വലുതാണോ? അതെ. അപ്പോഴാണ് ഗംഗ എല്ലാവർക്കും വേണ്ടിയും ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നത്. മതി മതി, രണ്ടുപേരും വന്ന് ചായയും ബിസ്ക്കറ്റും കഴിക്കൂ. മോളെ ഗംഗ, നിന്റെ കൈ കൊണ്ട് ചട്നി ഉണ്ടാക്കുന്ന കഴിച്ച് കുറെ ദിവസമായല്ലോ. ഇത് കണ്ടില്ലേ, മാമ്പഴം കൊണ്ട് ചട്നി ഉണ്ടാക്കിയാൽ വളരെ നന്നായിട്ടുണ്ടാവും. ശരി അച്ഛാ, ഇന്ന് ചെയ്ത് വൈകുന്നേരം കൊണ്ടുവരാം. ശരി മോളെ. മധുക്കറും സൗരവും ചായ കുടിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നു. ഗംഗ വീട്ടിലേക്ക് പോയിട്ട് മസാല ഉപയോഗിച്ച് ചട്നി റെഡി ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം തന്നെ അവളുടെ ചട്നി റെഡിയായി. ചട്നി റെഡിയായിരിക്കുന്നു. ഗംഗ ചട്നി എടുത്തിട്ട് തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ മധുക്കറിന്റെ 2 കൂട്ടുകാർ വന്നിരുന്നു. അച്ഛാ, ചട്നി റെഡിയായി അച്ഛാ. എന്റെ മോളെ, ഇവര് രണ്ടുപേർക്കും നീ കൊടുക്കൂ. ശരി അച്ഛാ. ഗംഗ 2 മാങ്ങ കട്ട് ചെയ്ത് അതിൽ ചട്നി പുരട്ടി വെച്ചു. അത് ആ കൂട്ടുകാർക്ക് കഴിക്കാൻ നൽകി. അവർ ആ മാങ്ങ കഴിച്ചിട്ട്, എന്റെ അമ്മോ, വളരെ നന്നായിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗംഗ നന്നായിട്ട് ചട്നി ഉണ്ടാക്കുമെന്ന്. ശരിയല്ലേ? നമ്മുടെ മകള് ഇതുപോലെ ചട്നി ഉണ്ടാക്കി വിറ്റാൽ വേഗം നന്നായിട്ട് ബിസിനസ് ഉണ്ടാവും, നല്ല കച്ചവടം ഉണ്ടാവും, ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ആ, അത് ശരി തന്നെയാണ്. ഇത് കേട്ടതും ഗംഗ ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെയും ഞാൻ വരുമാനത്തിന് വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുക. ഈ മാങ്ങ വിറ്റ് നമുക്ക് കാശ് കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രശ്നവും അതോടെ തീരുമല്ലോ. എന്തു പറ്റി ഗംഗ? അച്ഛാ, ഞാൻ എന്താലോചിക്കുന്നെന്നാൽ ആ മാമ പറഞ്ഞതുപോലെ നമുക്ക് മാങ്ങ വിറ്റ് കാശുണ്ടാക്കിയാലോ? തീർച്ചയായും നല്ല വരുമാനമായിരിക്കും. ഈ ആലോചനയും കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കാം മോളെ. അടുത്ത ദിവസം മുതൽ ഗംഗ മാർക്കറ്റിൽ തള്ളുവണ്ടിയിൽ മാങ്ങകൾ വെച്ച് വിൽക്കാൻ തുടങ്ങി. അവളുടെ വണ്ടിയിലുള്ള മാങ്ങകൾ കണ്ടിട്ട്, ഈ മാങ്ങയൊക്കെ എത്ര രൂപയാ? 15 രൂപ ചേച്ചി, എനിക്കൊരു പ്ലേറ്റ് താ. ഗംഗ അവർക്ക് ഒരു പ്ലേറ്റ് മാങ്ങ നൽകി. എന്നിട്ട് 15 രൂപ അവളുടെ കയ്യിൽ അവൾ വാങ്ങി. വാവ്, ഇത്രയും രുചിയുള്ള മാങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. പിന്നീട് ഒരുപാട് ആൾക്കാർ വന്ന് ഗംഗയുടെ കടയിൽ നിന്നും മാങ്ങ വാങ്ങി കഴിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം തന്നെ ഗംഗയുടെ വ്യാപാരം നന്നായി ചൂടുപിടിച്ചു. വൈകുന്നേരത്തിനകം തന്നെ എല്ലാ മാങ്ങയും വിറ്റുകഴിഞ്ഞു. ഗംഗ അവളുടെ കട മൂടി. എന്നിട്ട് അവളുടെ ആദ്യ വരുമാനം കണ്ട് അവൾ ഒരുപാട് സന്തോഷിച്ചു. അവൾ സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി. ഇന്നത്തെ ദിവസം എങ്ങനെ പോയി മോളെ? വളരെ നന്നായിരുന്നു അച്ഛാ. എല്ലാവർക്കും നമ്മുടെ മാങ്ങ ഒരുപാട് ഇഷ്ടമായി. എല്ലാരും എന്നെ ഒരുപാട് പുകഴ്ത്തി അച്ഛാ. മാത്രമല്ല, ഇവിടെ നോക്കൂ, ഇന്നത്തെ വരുമാനം. എന്റെ മോളെ, എനിക്ക് വിശ്വാസം ഉണ്ടായി നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന്. ഇന്ന് എല്ലാ മാങ്ങയും തീർന്നു അച്ഛാ. ഞാൻ നിനക്ക് വേണ്ടി ഇതുപോലെ ദിവസവും മാങ്ങ പറിച്ചു വെക്കാം മോളെ. നമുക്ക് ദിവസം ഇതുപോലെ ചെയ്താൽ ഞാൻ പുറത്തു പോലും ഇതുപോലെ വാങ്ങിയിട്ട് വരാം മോളെ. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ നമ്മുടെ കച്ചവടം നന്നായിട്ടുണ്ടാവും. വളരെ നന്ദി അച്ഛാ. ശരി, സൗരവ് എവിടെ? അവൻ കളിച്ച് കളിച്ച് അല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് അവന് ഞാൻ ഭക്ഷണം കൊടുത്തു. അവനിപ്പോ കിടക്കുകയാണ് മോളെ. അച്ഛാ, നിങ്ങൾ മാത്രമില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? എന്റെ മോളെ, ഞാൻ നിന്റെ അടുത്ത് അല്ലാണ്ട് പിന്നെ വേറെ ആരാ നിൽക്കുക? നീ എന്റെ സ്വത്താണ്, നീ എന്റെ മുത്താണ് മകളെ. നീ അല്ലാതെ എനിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാനാ? ഗംഗ അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും അവരുടെ സ്നേഹം മാറി മാറി കൈമാറി. ഗംഗ ദിവസവും മാങ്ങകൾ വിൽക്കാൻ തുടങ്ങി. അവളുടെ അച്ഛൻ അവളെ സഹായിക്കാനും തുടങ്ങി. സൗരവിനെയും നന്നായിട്ട് നോക്കി. ഇപ്പോൾ ഗംഗയ്ക്ക് അവളുടെ കുടിക്കുന്ന ഭർത്താവിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. മധുക്കർ പറഞ്ഞത് വളരെ ശരിയാണ്. പെണ്ണുങ്ങൾ എല്ലാരും തന്നെ ജോലിക്കാരല്ല. ഈ കഥ പാവമായ ഒരു കൃഷിക്കാരൻ കേശവനും അയാളുടെ ഭാര്യയായ മധുമതിയുടെയാണ്. കേശവന് മാവ്, നാരകം, പിന്നെ പുളിയുടെ മരം ഉണ്ടായിരുന്നു. എന്നിട്ട് അയാള് പാടത്തിന്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്ഥലം വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം വിൽക്കുമായിരുന്നു. ഇയാൾക്ക് കിട്ടുന്ന ലാഭം വളരെ തുച്ഛമായിരുന്നു. ഒരു ദിവസം നടന്ന സംഭവമാണ്. നാട്ടിൽ സർക്കാരിന്റെ സൂചന വന്നു. കേട്ടോളൂ എല്ലാവരും കേട്ടോളൂ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നാളെ മുതൽ 15 ദിവസത്തേക്ക് സ്വയം തൊഴിലിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ പോകുന്നു. അവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും വീട്ടിലുണ്ടാക്കുന്നതെല്ലാം അവിടെ പഠിപ്പിച്ചു തരും. പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളാം കേട്ടോ. ഇത് കേട്ടപ്പോ മധുമതി കേശവനോട് പറഞ്ഞു, ഞാനും ആ സ്ഥലത്ത് പോയിട്ട് മുറബ്ബ ഉണ്ടാക്കാൻ പഠിക്കട്ടെ.
നീ അച്ചാറുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോവാനാ? നമ്മുടെ പാടത്തുള്ള മാങ്ങ, നാരങ്ങ, പുളി ഉപയോഗിച്ച് നമുക്ക് നല്ല മുറബ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടുമല്ലോ. ശരി, ഇതും കൂടി ഒന്ന് നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അടുത്ത ദിവസം തൊട്ട് മധുമതി സർക്കാരി ശിവറിൽ പോയി. അവിടെ അവരെ മാങ്ങ അച്ചാർ, പുളി, പിന്നെ നാരത്തിന് മുറബ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അവര് എന്നും അവിടെ പോകാൻ തുടങ്ങി. എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു. വീട്ടിലേക്ക് തിരിച്ചു വന്ന മധുമതി മാങ്ങയും നാരങ്ങയുടെ അച്ചാറുണ്ടാക്കി. ഇത് നോക്കൂ, ഒന്ന് രുചിച്ചു നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ടല്ലോ. കൊടുത്തത് മുഴുവനും കേശവാണെങ്കിൽ കഴിക്കാനിരുന്നു. ഇത് കണ്ടപ്പോ മധുമതിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇപ്പൊ ആവശ്യമുള്ളത് കഴിച്ചോളൂ, നാളെ വിൽക്കുന്ന സമയത്ത് ഇത് കഴിക്കല്ലേ. കേശവ് അവളുടെ മുഖത്തോട്ട് നോക്കി പിന്നെ തിരിച്ച് കഴിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം തൊട്ട് കേശവ് തട്ടുകടയില് അച്ചാറും വെക്കാൻ തുടങ്ങി. കേശവിന്റെ തട്ടുകട ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരെ കാണാത്തത്. അതുകൊണ്ട് വിൽപ്പനയും അധികമില്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുടുംബത്തിൽ ഇത്ര ദൂരത്ത് നിന്ന് ആരും വന്ന് വാങ്ങിക്കാനാ? എങ്ങനെ വിൽക്കാൻ പറ്റില്ലെന്ന്? അടുത്ത ദിവസം തൊട്ട് മധുമതി തട്ടുകടയുടെ അടുത്ത് ഒരു കുടത്തിനകത്ത് വെള്ളം വെച്ചു. ഇനിയിപ്പോ ആൾക്കാര് വെള്ളം കുടിക്കാൻ വന്നിട്ട് അച്ചാറും മുറബയും മേടിക്കും. മധുമതി ചിന്തിച്ച ഈ പ്ലാന് നല്ലതായിരുന്നു. ആൾക്കാർ അവിടെ വെള്ളം കുടിക്കാനും വരും, പിന്നെ അച്ചാറും മുറബയും മേടിച്ചിട്ട് പോകും. ഇപ്പോ മധുമതിക്ക് കൂടുതൽ അച്ചാറും മുറബയും ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പൊ കൃഷി പോലും നന്നായിട്ട് നടക്കുന്നുണ്ട്. അതെ, എനിക്കിപ്പോ സഹായത്തിന് ആവശ്യമുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ എന്റെ അനിയത്തി ഇങ്ങോട്ട് വിളിച്ചാലോ? അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമല്ലോ. നീ എന്ത് വിചാരിക്കണോ അത് തന്നെ നീ ചെയ്തോ. മധുമതിയും അവളുടെ അനിയത്തിയും ചേർന്ന് അച്ചാറും മുറബയും ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ ദിവസം കൂടുമ്പോ അവരുടെ വ്യവസായം കൂടി വന്നു. ഇപ്പോ ഏതു നേരവും ആ തട്ടുകടയിൽ ആൾക്കൂട്ടമാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആ തട്ടുകട ഒരു കടയായിട്ട് മാറി. പിന്നെ മധുമതി 4-5 സ്ത്രീകളെ അവളെ സഹായിക്കാൻ നേരെ വീട്ടിൽ തന്നെ വിളിപ്പിച്ചു. മധുമതിയും കേശവിന്റെ കഠിന പരിശ്രമം കാരണം 1 വർഷത്തിനകം അവര് സ്വന്തമായിട്ട് ഒരു ഗോഡൌൺ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ഒരു അച്ചാർ ഫാക്ടറി ആയിട്ട് മാറ്റി. ഇപ്പൊ മധുമതി സ്വയമായിട്ട് എല്ലാരെയും ട്രെയിൻ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് കൂലിയും കൊടുക്കുമായിരുന്നു. മധുമതി ഇപ്പം പപ്പടം ഉണ്ടാക്കാനും തുടങ്ങി. ഇപ്പൊ അവരുടെ ഗോഡൌണിൽ നിന്ന് പല കടകൾക്കും അച്ചാർ, പപ്പടം, പിന്നെ മുറബയും അയക്കുമായിരുന്നു. കേശവും മധുമതിയും ഒരുപാട് സന്തോഷിച്ചു. അവരുടെ വ്യവസായം നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഒരു ദിവസം അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം വലിയൊരു കമ്പനിയുടെ ഓഫീസർ അവരെ കാണാൻ വന്നു. നിങ്ങളുടെ അച്ചാറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്ദിയുണ്ട്. ഞങ്ങൾ എക്സ്പോർട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് അച്ചാറ്, സ്വീറ്റ്സ്, പപ്പടം ഇതെല്ലാം ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല ഡിമാൻഡാണ് അവിടെ. വിദേശത്തോ? അതെ, അതിനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് കോൺട്രാക്ട് ഡീൽ ചെയ്യാൻ വന്നത്. മധുമതിക്കും കേശവിനും വലിയൊരു കോൺട്രാക്ട് ആണ് കിട്ടിയത്. ഇത് കാരണം അവരുടെ ഭാഗ്യം തന്നെ അങ്ങ് മാറി. തുടക്കത്തിൽ അവർക്ക് ഒരു ഫാക്ടറി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ പലയിടത്തും അവരുടെ ഫാക്ടറി ഉണ്ട്. ഓരോ വലിയ ടൗണിലും അവരുടെ സാധനം വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേശവിന്റെയും മധുമതിയുടെയും വലിയൊരു കമ്പനി ഉണ്ട്, ശ്രീ കൃഷ്ണ ഫുഡ്സ്. ഇതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല, പക്ഷേ വിദേശത്തും നല്ല സംസാരം ഉണ്ടായിരുന്നു. മിതാലി, ഇത് നോക്കുമോളെ, പാൽ നന്നായി പാട വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കും മോളെ. ശരിയമ്മേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി അരിഞ്ഞ് ഉണങ്ങാനായി വെക്കണം. മനസ്സിലായോ? എന്തിനാ അമ്മേ? എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല. ശരിയമ്മേ, എനിക്ക് മനസ്സിലായി. ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു. അമ്മൂമ്മ മിതാലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി. മിതാലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി. 1 വർഷത്തിനു ശേഷം മിതാലിക്കും മഹേഷിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു.
ആ കുട്ടികളെ അവർ അലോക്, ആദിത്യ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിതാലിയുടെ അമ്മൂമ്മ മരിച്ചു. അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ മിതാലിയുടെ സ്വന്തമെന്ന് പറയാൻ 3 പേരാണുള്ളത്. മഹേഷും അവളുടെ 2 കുട്ടികളും. മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും നന്നായി പരിപാലിച്ചു. എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത്. മഹേഷിനൊരു ആക്സിഡന്റിൽ പരിക്കേറ്റു. അങ്ങനെ അയാൾ കിടപ്പിലായിത്തീർന്നു. മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു. അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു. അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹേഷിന്റെ മരണശേഷം മിതാലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു. ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീർന്നു. മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ 2 മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരും. ഞാനിപ്പോൾ സമ്പാദിച്ചേ തീരൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയല്ലോ. മിതാലി ഒരുപാട് ആലോചിച്ചു. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത്. അച്ചാർ! ആ, എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ മിതാലി അച്ചാറുണ്ടാക്കാൻ ആരംഭിച്ചു. അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു. ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ മിതാലിയിൽ നിന്നും അച്ചാറും വാങ്ങി. സന്ധ്യാസമയമായപ്പോൾ മിതാലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ആ പണം ഉപയോഗിച്ച് മിതാലി ഒരുപാട് മാങ്ങകൾ വാങ്ങി. തന്റെ 2 മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി. അടുത്ത ദിവസം മിതാലി വീണ്ടും അച്ചാർ ഉണ്ടാക്കി. വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ മിതാലിയുടെ അച്ചാറിനെ കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മിതാലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെയുണ്ടായി. മിതാലി അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അവളുടെ 2 കുട്ടികൾക്കും അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിതാലിയുടെ 2 കുഞ്ഞുങ്ങളും വളർന്നു വലുതായി. ഇപ്പോൾ അവർ 2 പേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ്. മിതാലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു. ഇപ്പോൾ മിതാലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട്. ഇപ്പോൾ അച്ചാറ് മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി. മിതാലി തന്റെ സഹായത്തിനായി ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു. അവരുടെ ജീവിതവും സന്തോഷപൂർണമായി തീർന്നു. മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു. മിതാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ
സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. മാഡം, ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? ആവശ്യം. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറും ഉണ്ടാക്കില്ലായിരുന്നു, ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു. മിത്താലി മാഡം, നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനിയായി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ മാഡം, നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ, പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ്.